ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തെ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമായ തിരുത്തലുകൾ വരുത്തും, വേണ്ട നിലപാട് സർക്കാരും ബോർഡും സ്വീകരിക്കും എന്നാണ് മറുപടിയായി വരുന്നത്. യുവതീ പ്രവേശന വിഷയത്തിലുൾപ്പെടെ നിലപാട് മാറ്റമെന്ന ബോധ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ചിന്തയിലേക്കോ അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ അടവുനയത്തിലേക്കോ എത്തുകയാണോ CPM-ഉം സർക്കാരും? ഈ വിഷയത്തിൽ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള തീരുമാനം മാറ്റുക എന്നുള്ളതാണ്. അവിടെ കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റ് ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ സർക്കാർ ഇരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം മാറ്റുക. ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ തങ്ങളുടെ അഭിപ്രായം അതല്ല, മറിച്ചുള്ള അഭിപ്രായമാണുള്ളത്. അവിടുത്തെ ആചാരങ്ങൾ പാലിക്കപ്പെടണം, കാലങ്ങളായി നിലനിന്നിരുന്ന ആചാരം പാലിക്കപ്പെടണം എന്നുള്ള അഫിഡാവിറ്റ് തിരുത്തി കൊടുക്കാൻ ആദ്യം വേണ്ടത്. അതേപോലെ സർക്കാരും ആ തിരുത്തൽ വരുത്തണം. ഇവിടെ ഇപ്പൊ ഈ തരത്തിലുള്ളൊരു മാറ്റം ദേവസ്വം ബോർഡ് പ്രസിഡന്റും സർക്കാരും അങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ശക്തമായി ഉയർത്തിയിട്ടുള്ള പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വിശ്വാസികളെ വഞ്ചിച്ച ഒരു സർക്കാരാണിത്. അയ്യപ്പ വിശ്വാസത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും എക്കാലവും അവമതിക്കുന്ന ഒരു സർക്കാരാണ്. അല്ല, അങ്ങനെയുള്ള ഒരു സർക്കാരായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങിയാണ് ശബരിമല യുവതീ പ്രവേശനം എന്ന ഉത്തരവ് നടപ്പാക്കാൻ നവോത്ഥാനമാണ്, കേരളത്തിന്റെ നവോത്ഥാനത്തിന് ഇത് അനിവാര്യമാണ് എന്ന പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൽ നിന്നൊരു പിന്നോട്ട് പോക്കിന്റെ സാഹചര്യം എന്താണ്? അത് രാഷ്ട്രീയ സാഹചര്യമാണോ അതോ വിശ്വാസവും ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മാറ്റം എന്നാണോ ഹിന്ദു ഐക്യവേദി കാണുന്നത്? അല്ല, തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. കേരളത്തിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം ഇടതുപക്ഷത്തിനെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും കിട്ടിയ ഒരു പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് വെച്ചാൽ ഭൂരിപക്ഷ സമൂഹം ശക്തമായിട്ട് ഇടതുപക്ഷത്തിനെതിരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ അണിനിരുന്ന ഹിന്ദുക്കൾ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടുപോയി. അപ്പോ തിരികെ ആ ഹിന്ദു സമൂഹത്തെ തിരികെ പിടിക്കുക, ന്യൂനപക്ഷങ്ങൾ പഴയ പോലെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്നില്ല, അവര് ഇടതുപക്ഷത്തിനോട് കൂടെ അല്ല എന്നുള്ള തിരിച്ചറിവ്. അപ്പോ തങ്ങളുടെ വോട്ട് ബേസ് ആയിരുന്ന ഹിന്ദുക്കളെ വീണ്ടും തിരിച്ചു പിടിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഒരു ആത്മാർത്ഥതയും ഇതിന്റെ ഈ ഒരു വിഷയത്തിലില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഹിന്ദു വോട്ടിനെ തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ ഗിമ്മിക്കാണ് ഈ കാണിക്കുന്നത്. രാഷ്ട്രീയ ഗിമ്മിക്കിന്റെ ഭാഗമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നതുമാണ് നിങ്ങളുടെ നിലപാട്. തീർച്ചയായും അത് തുടക്കമുള്ള നിലപാടാണ്. ആ നിലപാട് ഓരോ ദിവസം ചെല്ലുന്നതോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ അതിശക്തമായ നിലപാടാണ് NSS സ്വീകരിച്ചത്. അതേസമയം SNDP നവോത്ഥാന നിലപാട് എന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിനൊപ്പവുമായിരുന്നു നിലനിന്നത്. പക്ഷേ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് NSS-ഉം പിന്തുണ പ്രഖ്യാപിക്കുകയാണല്ലോ. അതെന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് NSS വരുന്നത് എന്നതാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? NSS അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോഴും അവരുടെ ഒരു ആശങ്കയുണ്ട്. അതായത് ഈ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് വിശ്വാസികളായിരിക്കണം എന്ന് NSS പറയുന്നു. അതേപോലെ SNDP-യുടെ അഭിപ്രായത്തിൽ SNDP പറയുന്നത് യുവതീ പ്രവേശനം തെറ്റായിരുന്നു എന്ന ബോധ്യം ഇപ്പോ എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്നാണ്. അവര് രണ്ട് സാമുദായിക സംഘടനകൾ, പ്രബലമായ സമുദായിക സംഘടനകളാണ്. അവരവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടനുസരിച്ച് അഭിപ്രായം പറയുന്നു. ഞങ്ങൾ മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് വ്യത്യസ്തങ്ങളായ നിലപാടുകൾ ഇക്കാലം എത്രയും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള ഹിന്ദു വിരുദ്ധ നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ നിലപാട് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. അതൊരു